അപ്പോൾ നമ്മുടെ ഈ ചെറുചക്കിച്ചോല ഉണ്ടായതിൻ്റെ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. വളരെയധികം രസകരമായിട്ടുള്ളൊരു ഐതിഹ്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഗൂഢമായ വനം, അതിലൂടെ കിച്ചൂഞ്ഞാനും. പാമ്പാണോ? ഓ പാമ്പ് ഗൈസ്, ചേര നമ്മൾ ഇങ്ങനെയാണ് കയറിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മച്ചന്മാരെ, ഇന്ന് നമ്മള് ഒരു അടിപൊളി വാട്ടർ ട്രക്കിങ്ങിനാട്ടോ പോകുന്നുണ്ട്. സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരി ചിറ്റണ്ടയിലുള്ള എന്തൊക്കെ സ്ഥലത്തിന്റെ പേര്? ചെറുചക്കിച്ചോല. അടിപൊളി സ്ഥലമാണ് കേട്ടോ മച്ചന്, ഒരു രക്ഷയില്ല. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഈ ചെറുചക്കിച്ചോല എന്ന് പറയുന്നത്. നൈസ് വൈബാണ് കേട്ടോ. നമുക്ക് ഒരു അത്യാവശ്യം ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ട്രക്കിങ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് നമ്മുടെ പന്നിത്തറ സെന്ററിൽ എത്തിയിട്ടാ. പന്നിത്തറ സെന്ററിൽ നിന്ന് നേരെ എരുമപ്പെട്ടി, അവിടുന്ന് നേരെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായിട്ടൊക്കെ നമ്മുടെ ചെറുചക്കിച്ചോലക്കുള്ള അതിമനോഹരമായ വഴിയാണ് കാണുന്നത്. പാടം, കൃഷി, വാഴ. ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കൃഷിക്കാരാട്ടാ. നന്നായിട്ട് കൃഷി ചെയ്ത് പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ സൈഡിലേക്ക് നോക്കിച്ചാൽ മലയും കാര്യങ്ങളും കൃഷിപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചിമാരൊക്കെ പണിയെടുത്ത് നോക്കി. ഞാറ് നടന്നാണ്, ഞാറന്നല്ലേ സംഭവം. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ശരിക്കുള്ള മെയിൻ റോഡ് കേട്ടോ. ചെറുചക്കിച്ചോലയ്ക്ക് പോകാനുള്ള മെയിൻ റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വഴി കൂടെ അല്ല പോകുന്നത്, നമ്മൾ ട്രക്ക് ചെയ്തിട്ട് പോകാനുള്ള സെറ്റപ്പിലല്ലേ. അപ്പോൾ നമുക്ക് വേറെ വഴിയാണ് പോകാനുള്ളത്, നമുക്ക് ആ വഴി കൂടെ പോവാം. ലൈജാ യെസ്. അപ്പം നമ്മുടെ വണ്ടി അവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറേണ്ട വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ ട്രക്കിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യാട്ടാ. ജാതി വൈബ് സ്ഥലമാണ്. കയറിച്ചു. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇല്ലല്ലേ, പെട്ടെന്ന് എത്തുണ്ടാവും. അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ ഒരു ആന വന്ന് എന്താ ചെയ്യിച്ചു? മരം തട്ടിട്ടല്ല. നീ തന്നെ ഒരു ആനക്കുട്ടിയല്ലേ, പിന്നെ എന്തിനാ പാന? അയ്യോ, നിന്റെ കൂടെ എല്ലാം കൂടിയിട്ടുള്ളു. അപ്പൊ ചളിയൊക്കെ ഉണ്ടാവും. പാമ്പാണോ? ഓ പാമ്പ് ഗൈസ്, ചേര ചേര കടിക്കില്ല. അയ്യോ, എനിക്ക് വയ്യായിട്ട് ചിരിക്കാൻ. ഫുൾ ഓഫ് കാടാണ് കേട്ടോ. കണ്ട, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ചെറിയ ട്രക്കിംഗ് പ്ലേസ്, അത്ര ഞാൻ പറയാൻ പറ്റുള്ളൂ. നീ പോണ വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്, ചളിയാണ്. നേരെ പോ. ഗൈസ്, പാറയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അയ്യേ, ഫുൾ ഓഫ് ചളി ഗൈസ്. നിഗൂഢമായ വനം, അതിലൂടെ കിച്ചൂഞ്ഞാനും. നമ്മൾ നടന്നു മുമ്പ് ഒരു വെറൈറ്റി 8 കാര്യമാണ് കേട്ടോ. ഇതാണ് ഐറ്റം. എന്തിട്ട് ഇതാണല്ലേ അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ. സെറ്റപ്പ് നല്ല ആളായി. നടക്ക്. ഇന്ന് കുറേ ആയിട്ട് നടക്കണം ഗൈസ്, എത്തുന്നില്ല. ഇവിടെ ഒരു പണ്ടത്തെ വീടും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് കയറിട്ടുണ്ട്.
ഇവിടുന്ന് അങ്ങനത്തെ ഡേഞ്ചറസ് സോൺ കണ്ട് പിന്നെ എന്തെന്ന് വിചാരിച്ച് ജാതി ട്രക്കിംഗ് ആണ് കണ്ടാ. അടിപൊളി സ്ഥലമാണ് കഴിച്ചത്. നമ്മൾ ഞെടിയാണ് അങ്ങനെ കയറി പോണം. ഈ മഴ വെള്ളം വരുന്നില്ലേ, ഈ കയറ്റത്തിൽ കൂടെ അങ്ങനെ കയറി 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 മുകളിലേക്ക് എത്തണം. കണ്ടാ നമ്മളിവിടെ അങ്ങനെ നോക്കി നോക്കുമ്പോൾ കുറേ മച്ചന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഞെണ്ടോട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാണാനറിയില്ല എനിക്ക്. കണ്ടാ ഇരിക്കുന്നു ഞണ്ടേട്ടൻ. കണ്ടാ മച്ചന്മാർ കണ്ടു കിട്ടോ. ഹായ് ഹായ്. അത്യാവശ്യം വലിയ ഞണ്ടേട്ടാ. അപ്പം നമുക്ക് വായിച്ചാ മുറിക്കാറാ. ബാ നടന്നോ. അതിങ്ങനെയൊക്കെയല്ല എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിന് മേലെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അങ്ങോട്ട് കയറിക്കോ, നോക്കി കയറട്ടാ. നേരെ പോട്ടെ. ആ നേരെ മുകളിൽ കയറി. ഇനി നമ്മൾ ഈ വെള്ളം വരുന്ന വഴിയില്ലേ, കറക്റ്റ് ആ വഴികളിലൂടെ മാത്രം അങ്ങനെ കയറി പോവാം. അപ്പോൾ കറക്റ്റ് ഇവിടെ ചെറു ചക്കി ചോലയ്ക്ക് എത്തും. ഇച്ചിരി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. ഇവിടെ ആൾക്കാർ വന്നിട്ട് കണ്ടോ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു. ഇങ്ങനൊന്നും ഒരാളും ചെയ്യരുത് കേട്ടോ. നമ്മളിങ്ങോട്ട് വരുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിയിട്ട് വരിക. നമ്മളായിട്ട് തന്നെ നമ്മുടെ പ്രകൃതി എന്തിനാണ് നശിപ്പിക്കാൻ നിൽക്കണല്ലോ. ഇപ്പോഴും ആദ്യം എക്സ്പേർട്ടായിട്ട് പോയി നോക്കിയേ. ഹായ് ഇതല്ല കേട്ടോ അങ്ങോട്ട് കണ്ടോ. അടിപൊളി കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കൂടെ മാത്രമുള്ള ഒരു ട്രക്കിങ്. അത് ഈ മഴവെള്ള പാച്ചിലാണ് ശരിക്കും ഇറങ്ങുന്നത്. കണ്ടാ കാല് വന്ന് നോക്കി അത്രയ്ക്കും ക്ലിയർ വെള്ളം കേട്ടോ. അത് കിച്ചു എക്സ്പീരിയൻസ് ഉണ്ട്. കിച്ചണ് ഇതൊക്കെ കയറണ്ടെന്ന് ആലോചിച്ചിട്ടാണ് കിച്ചണ് ഭ്രാന്ത് വരുന്നത്. കണ്ടാ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ നോക്കിയേ. മോനെ ഇത് നമ്മുടെ തൃശ്ശൂർ ഉള്ളവരൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ മച്ചാണ്. അജാതി വൈബെന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടില്ല. നമ്മളെ തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു സ്ഥലം. എൻ്റെ മുടി കഴിക്കാറില്ല. എൻ്റെ ഈ വഴി നേരെ മുകളിലേക്ക് പോകണം. അപ്പം നമ്മുടെ ആദ്യത്തെ വെള്ളച്ചാട്ടം ഈ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കുളിക്കാം. ഇവിടെ കുളിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ കയറാം. അയ്യോ ചേട്ടൻ അതാണെന്ന് രാവിലെ കുളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല. എന്തിനാ കുളിക്കാൻ വരുമ്പോ ഞാൻ കുളിച്ചിട്ടാ. ഞാൻ നല്ല ഡ്രസ് ശരിയാക്കി. ഒരു ആദിവാസി പോണു കൈ. ചേട്ടൻ കയറി പോവാൻ കേട്ടോ. എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ ഇവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. ആ അപ്പൊ വാച്ചൊക്കെ ഊതി തന്നിട്ടുണ്ട്. പോണു കൊറേ അയ്യോ സ്ഥിതികാരം ചെന്നേ. ആരൊക്കെ പൂത്രട്ട് വെള്ളാണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പൊ അത് അത്യാവശ്യം ഭയങ്കര ഡീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ. കിച്ചു ആദ്യം കയറണ്ട്. കിച്ചു കയറിയതിന് ശേഷം ഞാൻ കയറാന്ന് വെച്ചിട്ടാ. കയറട്ടെ. ആ കാട്ടുവാസി ഉണ്ട് കേട്ടാ. കാട്ടുവാസി കാട്ടുവാസൻ. ഓ ഞാൻ കേറിയ പാതകളിൽ ചേട്ടൻ കേറിയുണ്ട്. അയ്യോ അയ്യോ വേറെ നടന്നു.
ചേട്ടൻ അയ്യോ റിമോട്ട് കാറ് പോലെ കണ്ടോ ഗൈസ്? അപ്പൊ അങ്ങനെ മലയും കൊണ്ടും കയറി ഞങ്ങ അടുത്തെത്താറായിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് നാട്ടാ അല്ല ഇത്രയും താഴ്ച നാട്ടാ നമ്മൾ കയറി വന്നിട്ടുള്ളൂ. അത്യാവശ്യം ദൂരമുണ്ട്. അയ്യോ ഞാൻ ഒരു കബഡ് സന്നാസിനെ കാണിച്ചു തരാട്ടാ. ഏത് കോലത്തിലാണോ സന്യാസി എന്ന് പറയുന്നത്? സന്യാസി പിന്നെ സിസ്റ്റർക്ക് കണ്ടില്ലേ? അപ്പൊ ഞാനും കിച്ചും കൂടിയിട്ട് മോളിക്ക് കയറിയതിന് ശേഷം കാണാത്ത ഇനി ഫുള്ള് ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. കിച്ചുന്റെ ബാക്കിൽ കൂടെ വരണ്ടേ. ഇനി ഇത് നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ മച്ചാനെ. കിച്ചുതാ ഇങ്ങനെ കയറ്റാൻ അങ്ങോട്ട് കയറി പോണം ഗൈസ്. ലാസ്റ്റ് വഴിയാണ് ആ കാണുന്നത് ഡാമിക്കുള്ളത്. ഇതും കൂടിയും കഴിഞ്ഞാൽ കഴിഞ്ഞു. അടുത്ത ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത് അത്യാവശ്യം താഴ്ചയുണ്ട് കേട്ടോ. അടിപൊളി. നമ്മളെ കിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് സ്ഥലം. കിച്ചു പൂളിക്ക് ഇറങ്ങാൻ പോണ. അടിപൊളി. എന്താ സന്തോഷം കിച്ചുന്. അടിപൊളി. മീൻ കൊത്തണേന് ഇങ്ങനെ പേടിക്കുന്ന. അപ്പൊ ഇതാണ് ലാസ്റ്റത്തെ വെള്ളച്ചാട്ടം. അവിടെ കിടന്ന് ഒഴുകണോക്കിയേ. വെള്ളം കണ്ടിട്ടില്ല എത്ര നാളായിട്ടും കൊച്ചി. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ വെള്ളച്ചാട്ടം അങ്ങനെ കഴിഞ്ഞുട്ടാ. ഇനിയാണ് നമ്മുടെ ചെറു ചക്കി ചോല. അപ്പൊ മച്ചാനെ ഇതാട്ടെ നമ്മുടെ ചെറു ചക്കി ചോലയുടെ ഉത്ഭവ സ്ഥാനം. അപ്പൊ നമ്മുടെ ഈ ചെറു ചക്കി ചോല ഉണ്ടായതിന്റെ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. വളരെയധികം രസകരമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നോക്കിയേ, നമ്മുടെ ഈ വെള്ളം കണ്ട കണ്ണീര് പോലത്തെ വെള്ളല്ലേ. അപ്പൊ കാര്യം പറയാ, ഇത് ഉണ്ടായതിന്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു കാടാണ്. ശരിക്കും മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കാടാണിത്. അപ്പൊ ഈ അതെ ഫോറസ്റ്റ് അതന്നില്ല ഈ കാട്. അപ്പൊ ഇവിടെ ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു, പൂങ്ങോടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പൂങ്ങോടെന്ന് പറഞ്ഞിട്ടുള്ള മൂപ്പൻ ഈ നാട്ടിലുള്ള എല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നാട്ടാ. അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇയാളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പൊ കുട്ടികളുണ്ടാവാത്ത കാരണം ഇയാള് നമ്മുടെ വനത്തില് ഇവിടെ എവിടെ ഒരു ഭാഗത്ത് തപസ് ചെയ്തിട്ട് നമ്മുടെ വനദേവത പ്രത്യക്ഷപ്പെട്ടു. വനദേവത പ്രത്യക്ഷപ്പെട്ടപ്പോ അയ്യോ ഇത് വനദേവത അല്ല മൂദേവി അത്. അപ്പൊ വനദേവത പ്രത്യക്ഷപ്പെട്ടപ്പോ നമ്മുടെ പൂങ്ങോടന്റെ അടുത്ത് വനദേവത ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു തനിക്കിങ്ങനെ കുട്ടികളുണ്ടായിട്ടില്ല, അപ്പൊ തനിക്കൊരു മകളെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ വനദേവത പറഞ്ഞു ഓക്കെ ശരി നിങ്ങൾക്ക് ഒരു മകളെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ മകള് ഈ കാട് വിട്ടിട്ട് ഒരിക്കലും പുറത്തു പോരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ വന്നിട്ടുള്ള കുട്ടി ഈ മകള് പോയി കഴിഞ്ഞാല് അതെ ഈ കാട് ഫുള്ള് നശിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ വനദേവത മകളെ കൊടുക്കാണ്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുള്ള മകൾക്ക് ഇട്ടിട്ടുള്ള പേരാണ് ചെറു ചക്കി എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടാ. അപ്പൊ ആ ചെറു ചക്കി വലുതായി അത്യാവശ്യം വലിയ കുട്ടിയായി. അങ്ങനെ ഈ കാട് വിട്ടിട്ട് ചെറുചക്കിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം തോന്നി നോക്കുമ്പോൾ അത് നമ്മുടെ മൂപ്പന്നെ അറിഞ്ഞു. ആ മൂപ്പ അറിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചെറുചക്കീനെ ഇവിടെ എവിടെയോ ഏതൊരു മരം, ആ മരത്തിൽ ചെറുചക്കീനെ കെട്ടിയിട്ടു. ചെറുചക്കീനെ കെട്ടിയിട്ടിട്ട്
അവിടെ ചെറുചക്കി ആ മരത്തിൻ്റെ അവിടെ കിടന്നിട്ട് കറിയാണ്. അപ്പം അങ്ങനെ കറങ്ങിയിട്ട് കണ്ണുനീര് ഒലിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഈ ചെറുചക്കി ചോല എന്ന് പറയുന്നത്. അതെ, അപ്പം ആ കണ്ണീര് ഒലിച്ച് വന്നിട്ട് ഈ ചെറിയൊരു പുഴ മീൻസ് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടമായിട്ട് എല്ലാ നാടുകളിലും കയറി ഇറങ്ങുക ചോല. അങ്ങനെയാണ് ഇവിടെ ചെറുചക്കി ചോല എന്നുള്ള പേരിൽ ഈ തടാകം അറിയപ്പെടുന്നത്. തടാകം മീൻസ് ഈ ഒരു കെട്ട്, ഈ ചെറിയൊരു ചെക്ക് ഡാം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇറങ്ങി കുളിച്ചാം. കഴിച്ചാ കണ്ടോ വെള്ളം നോക്കിയേ, അത്രയും ക്ലിയർ വെള്ളമാണ് കേട്ടാ. നമ്മുടെ ചെറുചക്കിയിലെ കണ്ണുനീരാണിത്, കണ്ണുനീർ. നമുക്ക് ഈ സൈഡിൽ ഇറങ്ങാം, അടിപൊളി കണ്ടോ. എൻ്റെ മോശമായിട്ടില്ലേ ഗൈസ്. അപ്പം മച്ചാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുചക്കി ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടാ. അപ്പം ഇനി ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മൂഞ്ഞു പോണു എല്ലാവരും നമ്മുടെ ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂട്ടിയിട്ട് അമർത്തി പൊട്ടിച്ചോളാം കേട്ടാ. അപ്പോൾ വേറെ ഒന്നും നോക്കല്ലേ, ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് സൈൻ ഓഫ്. തിരിച്ചു പോകുമ്പോൾ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വഴി കൂടിയിട്ടാ പോകുന്നത്. കിച്ചൂർ അവിടുന്ന് പതുക്കെ നടന്നു പോകുന്നത്. എൻ്റെ പൊന്നു അത്യാവശ്യം നടക്കണ്ടിട്ട് കേസ്. നമ്മളിപ്പോൾ സൈൻ ഓഫ് പറഞ്ഞിട്ടും എനിക്ക് ഈ രണ്ടാമത്തെ വഴി ജസ്റ്റ് കാണിച്ചു തരുന്നു. ഈ വരണവർക്ക് ഇവിടെ അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളുണ്ട്, അതും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. എൻ്റെ പൊന്നു കുറേ കാലമായിട്ട് നടക്കാണ്ടേ. വ്യൂ നോക്കിയേ, അടിപൊളി. വലിയ താഴ്ച കേട്ടാ, പാറ അടിപൊളിയായിട്ടിരിക്കും.